ആ 16,000 രൂപ പറഞ്ഞ് ഞാൻ ബഹളം ഉണ്ടാക്കി ഇത് അങ്ങനെ കൊടുക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ 14,000 രൂപയാക്കി. പിന്നെ നമ്മൾ ഗത്യന്തരമില്ലാതെ അന്ന് അടച്ചിട്ട് വന്നതേ. ആ പുള്ളിയുടെ വൈഫ് അങ്ങ് ഒരുപാടങ്ങ് തകർന്നു പോയി. എന്നെ വിളിച്ചിട്ട് പറയാ, മനു ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞു, നമുക്കിങ്ങനെയാണ് അവസ്ഥ വരുന്നത്. വൈഫിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, ENT തന്നെ മൂക്കിലൊരു ഓപ്പറേഷൻ. മൂക്കിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് മഹിൻ സാറാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അവിടെ തന്നെ അന്ന് ഓപ്പറേഷനോട് അനുബന്ധിച്ച് തന്നെ ഒരു 20 ഗ്ലൗസ് എന്നെ കൊണ്ട്, അപ്പോൾ കോവിഡ് ടൈമായിരുന്നു, 20 ഗ്ലൗസ് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു. ഒരു ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ പറഞ്ഞ ഒരു പേഷ്യൻറ്റിനെ അവിടെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ജീവൻ പോവുകയല്ലേ ചെയ്യുന്നത്. പിന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് എന്ത് ഗുണം? കേരളത്തിലെ തന്നെ മൊത്തം വിമുക്തഭട സമൂഹം ഇതിന് പിന്തുണയുമായുണ്ട്. ഇതൊരു നമ്മുടെ ഒരു ധർമ്മസമരമാണ്. ഈ ഒരു ധർമ്മസമരം നമ്മൾ നടത്തും, സത്യം ജയിക്കും. നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവാദങ്ങളിൽ മുങ്ങിക്കൊളിച്ചു കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തെ SK എന്ന ആശുപത്രിക്കെതിരെ വീണ്ടും ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയതായി വിമുക്ത ഭടന്മാരുടെ ആരോഗ്യ ഇൻഷുറൻസിലും ഈ ആശുപത്രി അധികൃതർ കൃത്രിമം കാണിക്കുന്നു എന്ന പരാതിയാണ് നിലവിലിപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ചികിത്സാ പദ്ധതിയുടെ ഭാഗമായി ആശുപത്രിയിലെത്തുന്ന വിമുക്ത ഭടന്മാരിൽ നിന്നും ആശുപത്രി അധികൃതർ പണം കൈപ്പറ്റുന്നു എന്ന ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തായാലും കേന്ദ്ര പ്രതിരോധ വകുപ്പിൻ്റെ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആശുപത്രി പെരുമാറുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈയൊരു സംഭവത്തിൽ വിമുക്ത ഭടന്മാർ ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയവർ തന്നെ മറുനാടനോട് പ്രതികരിക്കുകയാണ്. എന്ത് ചികിത്സയ്ക്കായിരുന്നു SK ആശുപത്രിയിൽ പോയത്? ഒരു 2022-21 എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു. ആക്സിഡൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി വീണ് എനിക്കെൻ്റെ എനിക്കൊരു കാല് ജസ്റ്റ് ഒന്ന് ബെൻഡായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് SK ഹോസ്പിറ്റൽ ECHS റെഫർമെൻറ്റ് വാങ്ങി. ആ റെഫർമെൻറ്റ് കോപ്പിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ആ റെഫർമെൻറ്റ് വാങ്ങി ഞാൻ ECHS പോയി അവിടെ SK ഹോസ്പിറ്റലിൽ പോയി കാണിച്ചായിരുന്നു. ആ കാണിച്ച സമയത്ത് അവർ പറഞ്ഞത് നമ്മുടെ എന്ത് പറഞ്ഞാൽ കുഴപ്പമില്ല, ECHS നമ്മൾ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് എന്ത് പറയുന്നത് നമ്മുടെ അവർ കാണിച്ചു. ഞാനത് പറഞ്ഞപ്പോൾ അവർ പ്ലാസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി അപ്പോൾ എന്നെ ട്രീറ്റ്മെൻറ്റ് റൂമിൽ കയറ്റി. ട്രീറ്റ്മെൻറ്റ് റൂമിൽ കയറ്റിയ സമയത്ത് അവർ പ്ലാസ്റ്റർ ചെയ്ത് എല്ലാം ചെയ്തു. പക്ഷേ പുറത്ത് വന്നപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ ഒരു 2,800 പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ് അല്ല അത് പേയ്മെൻറ്റ് ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ മുന്നെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് അവർ വന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ഈ സംഭവം ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല സാർ നിങ്ങൾക്കത് റീഫണ്ട് ആകുമെന്ന് പറഞ്ഞു. ഇതേപോലെ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ എന്ത് പറഞ്ഞാൽ അവിടെ ട്രീറ്റ്മെൻറ്റിന് പോയപ്പോഴും ഒരു പേഷ്യൻറ്റിനോട് പറയും നമുക്കെന്ന് പറഞ്ഞാൽ വേറെ, അതായത് ഈ നമ്മുടെ ECHS ബെനിഫിഷ്യറീസോട് പറയും സാർ നിങ്ങൾക്ക് പേയ്മെൻ്റ് ഒന്നുമില്ല, അങ്ങനെ അതെന്ന് പറഞ്ഞാൽ അത് ഇതിലായിക്കോളും എന്ന് പറഞ്ഞു. പക്ഷേ പുറത്ത് നിൽക്കുന്ന ബൈസ്റ്റാൻഡറോട് വന്ന് ഇവർ ഇത് ബില്ല് കൊടുത്തിട്ട് പറയും ഇത്രയും എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യണം. എന്നാൽ എന്നെ സെക്കൻഡ് ടൈമിൽ എന്നെ പേയ്മെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് എന്നെ 1 മണിക്കൂറോളം എന്നെ അകത്തിരുത്തിയിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ അത് ഡോക്ടർ വന്നാലേ പറയാൻ പറ്റൂ. പക്ഷേ സംഭവം ഇതായിരുന്നു, അവർ പുറത്ത് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. പുറത്ത് പേയ്മെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് അവരവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചിരുത്തു. അവസാനം പുറത്ത് വന്നതിന് ശേഷമാണ് ഈ സംഭവം അറിഞ്ഞത്. അപ്പോൾ 3ാമത്തെ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ എന്നോട് ഒരു അറൗണ്ട് ഒരു 1,800 സംതിങ്ങിൻ്റെ ഒരു പേയ്മെൻറ്റ് അതും അച്ഛനാണ് ചെയ്തത്. ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് പേഷ്യൻ്റാണ് വലുത്, പൈസയുടെ അതല്ല പ്രധാനം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് അവരെന്ത് പറഞ്ഞാൽ പൈസ അടക്കുകയാണ് ചെയ്തത്. ഇത് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. രണ്ടാമത് അനുഭവം എനിക്ക് എമർജൻസി എനിക്ക് സുഖമില്ലാതായി. ഞാൻ SKയിൽ അഡ്മിറ്റായി. അവസാനം വൈകുന്നേരം ആയപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആയ സമയത്ത് എനിക്കൊരു 16,000 സംതിങ്ങിൻ്റെ ഒരു ബില്ല് തന്നു. അപ്പോൾ ആ ബില്ല് എന്തിനെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അത് നിങ്ങളുടെ റൂമിൻ്റെ റെൻറ്റ്, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഇതായിട്ടുള്ള മാസ്ക്, ഒരു മാസ്കിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ 500 രൂപ 600 രൂപ. പുറത്ത് 120-130 രൂപയും കിട്ടുന്ന സെയിം മാസ്ക് അത് 600 രൂപയൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു ഈ ഒരു മാസ്കിന് എന്താ ഇത്രയും റേറ്റ് എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ റേറ്റ് അങ്ങനെയാണ്. സെയിം ആ സാധനം പുറത്ത് നിന്ന് വില ചോദിച്ചപ്പോൾ 120 രൂപ 200 രൂപയ്ക്കകത്തേ ഉള്ളൂ. ആ റൂമെന്ന് പറയുന്നത് ആ റൂം കമ്പയറിങ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഈ ഓയോയിലൊക്കെ
ഇതിൽ കിട്ടുന്ന ഒരു 600-700 രൂപയുടെ റൂമിൻ്റെ പോലും ഇല്ല. അത് നമ്മളെ നിന്ന് ഈടാക്കുന്നത് 2700. നമുക്ക് എത്രയാണോ എലിജിബിൾ എമൗണ്ട് അതിന് ശേഷമുള്ള എമൗണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അതും അതിൻ്റെ ആ ടാക്സ് എല്ലാം കൂടെ GST എല്ലാം കൂടെ ചേർത്താണ് അവർ ബില്ലിടുന്നത്. അവസാനം ഞാൻ റീജിയണൽ സെൻറ്ററിൽ ഓരോരുത്തരൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവസാനം എനിക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നത് 850 രൂപ. അതായത് 16,000 സംതിങ് എമൗണ്ടിൽ നിന്ന് എനിക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നത് 850 രൂപയാണ്. അപ്പോൾ ഇത് നമ്മളെന്ന് പറഞ്ഞാൽ പറയില്ലേ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ള അവസ്ഥയാണ് SK ഹോസ്പിറ്റൽ നടക്കുന്നത്. ആരാണോ അവിടെ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറ് അവരുടെ എമൗണ്ട് കുറയും, ആരും ചെയ്യുന്നില്ലേ അവരുടെ എമൗണ്ട് കുറയത്തില്ല. ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് ഇവർ ഹോസ്പിറ്റലുകാർ എന്താണ് ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾക്കിത് എന്താ പറഞ്ഞാൽ ഇവിടെ SK ഹോസ്പിറ്റലും നമ്മുടെ ECHS ആയിട്ടുള്ളൊരു ധാരണയാണ്, ഇതിനകത്ത് നമുക്ക് ഇത്ര എമൗണ്ടിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ, അത് നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യണം, അത് ആദ്യമേ നിങ്ങൾ പേഷ്യൻറ്റിനോട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനൊരു കാരണം അങ്ങനൊരു ഇതായിട്ടൊരു യാതൊരു ECHSും SK ആയിട്ട് യാതൊരു ധാരണ അവരുമായിട്ട് ഇത് നമുക്കറിയത്തില്ല. കാരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ECHS ഇവിടെ നമുക്ക് റെഫർമെൻറ്റ് തരുന്നത്? ഓൺലി എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ പേഷ്യൻ്റ് വരുമ്പോൾ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ്ലെസ് ആയിട്ടാണ് ഇത് വരുന്നത്. അത് നമ്മൾ പെൻഷൻ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളൊരു എമൗണ്ട് നമ്മളത് കൊടുക്കുന്നുമുണ്ട്. അതുകൂടാതെ നമ്മുടെ പേയ്മെൻറ്റിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഒരു അറൗണ്ട് 1000 റുപ്പീസ് അത് പിടിക്കുന്നുമുണ്ട്. പിന്നെ നമ്മൾ എന്താണ് ക്യാഷ്ലെസ് എന്ന് അവരുദ്ദേശിക്കുന്നത്? ഓൾറെഡി നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അത് എവർക്കല്ല, ഡയറക്റ്റ് അത് സെൻട്രൽ ഗവൺമെൻറ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുമുണ്ട്. പിന്നെ ഇതേ അവസ്ഥ തന്നെ ഞാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 6-7 മാസമായതേ ഉള്ളൂ. ഒരു നവംബറിൽ എൻ്റെ കൂടെ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന പുള്ളി റിട്ടയർഡായിട്ട് വന്ന് ഇവിടെ NCCയിൽ വർക്ക് ചെയ്യുമായിരുന്നു. പുള്ളിക്ക് പെട്ടെന്ന് സുഖമില്ലാതായി ഹോസ്പിറ്റലിൽ നമ്മുടെ SKയിൽ അഡ്മിറ്റ് ചെയ്തു. ICUലായിരുന്ന പേഷ്യൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനെ അവർ റൂം കൊടുത്തില്ല. അവർ 2 ദിവസം അവർ ഓൺ പേയ്മെൻറ്റിൽ പുറത്താണ് അവർ റൂം എടുത്തത്. അത് ചോദ്യം ചെയ്തപ്പോൾ അവർ പറയുന്നത് ബൈസ്റ്റാൻഡറിന് റൂം അലൗഡ് അല്ല എന്ന്. അപ്പോൾ അത് ചെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇവർ പേഷ്യൻറ്റിന് ICUലായിരുന്നാലും റൂമിലായിരുന്നാലും റൂം അലൗഡാണ്. അതിനെ അവർ പറഞ്ഞത് അങ്ങനെ അവർ 2 ദിവസം അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് ആ പുള്ളിക്ക് എന്തോ എമർജൻസി സീരിയസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു 2.5 ലക്ഷത്തോളം രൂപ പേയ്മെൻറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അവിടെ നിന്ന് നേഴ്സ് ഒരു ഡോക്ടർ എന്താ പറഞ്ഞാൽ ഈ ബൈസ്റ്റാൻഡോട് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് പേഷ്യൻ്റാണോ വലുതോ അതോ ECHS പറയണതാണോ നിങ്ങൾക്ക് വലുതെന്ന്. ഇത് കേട്ടപ്പോൾ എന്താ പറഞ്ഞാൽ ആ പുള്ളിയുടെ വൈഫ് ഒരുപാടങ്ങ് തകർന്നു പോയി. എന്നെ വിളിച്ചിട്ട് പറയുക, മനു ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് അവസ്ഥ വരുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്. അപ്പോൾ പറഞ്ഞാൽ അത് നമുക്ക് പേഷ്യൻ്റാണ്. പക്ഷേ നമുക്ക് നമ്മുടെ നിർഭാഗ്യകരം പുള്ളി 11 മണിയായപ്പോൾ മരിച്ചുപോയി. അതിനുശേഷം പിന്നെ നമ്മളൊന്നും സംസാരിക്കാൻ നിന്നില്ല. അവസാനം ഒരു വൈകുന്നേരം 6 മണിയായിട്ട് ഒരു ബോഡി വിട്ടുതരാൻ തയ്യാറല്ലായിരുന്നു. അത് എന്തുകൊണ്ട് ബോഡി വിട്ടില്ല പറഞ്ഞാൽ അത് നിങ്ങളുടെ ഇത്ര 1.5 ലക്ഷം എന്തോ നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിങ് കിടക്കുകയാണ്, അതും കൂടെ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ബോഡി വിട്ടുതരുമെന്ന്. അവസാനം എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ഒരുപാട് വഴക്കുണ്ടാക്കി. എന്നിട്ട് ഒരു രക്ഷയില്ല. അവിടെ ECHSൻ്റെ ത്രൂ നമ്മളവിടെ വിളിപ്പിച്ചു. പിന്നെ അവിടെ നിന്ന് പുള്ളി ഇവിടുത്തെ ഒരു കേർണൽ അജിത് സാർ വന്നായിരുന്നു. ആ പുള്ളിയായി സംസാരിച്ചു. അവസാനമാണ് ബോഡി വിട്ടു തന്നത്. കാരണം നമുക്ക് ക്രിയാകർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഈ രാവിലെ 11:30 മണിക്ക് മരിച്ച വ്യക്തിയെ ഈ രാത്രി 9 മണി വരെ അവിടെ വെക്കുക എന്ന് പറഞ്ഞത് എന്തിൻ്റെ ഇതാണെന്ന് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഇനി ആ ബോഡിയിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെ അറിയില്ല. കാരണം ഈ മരിച്ച വ്യക്തിയെ നമ്മൾ അവിടെ നിന്ന് 5:30-6 മണിക്കാണ് ഇറങ്ങുന്നത്. 11:30 മണിക്ക് മരിച്ച വ്യക്തി നമ്മൾ 6 മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് SK ഹോസ്പിറ്റലിൻ്റെ. പിന്നെ ഇത് കൂടാതെ തന്നെ വേറെ എൻ്റെ സഹോദരിയുടെ എന്ന് പറഞ്ഞാൽ അളിയന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പുള്ളി അവരുടെ തന്നെ ലക്ഷങ്ങളാണ് അവർ മുടക്കിയത്. പുള്ളി എക്സ് സർവീസ്മാനാണ്. പുള്ളി അവസാനം എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചു. അവസാനം RCയിലൊക്കെ വിളിച്ചതിന് ശേഷം ആ എമൗണ്ട് എല്ലാം കുറച്ച് എന്ന് പറഞ്ഞാൽ 25,000-26,000 രൂപ അടയ്ക്കേണ്ടി വന്നു. കാരണം വളരെ എന്ന് പറഞ്ഞാൽ SK ഹോസ്പിറ്റലിൽ ചെല്ലുന്ന എക്സ് സർവീസ്മാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ബില്ലടയ്ക്കാൻ നേരത്തെ ഇവരെന്താണ് പറയുന്നത്? അവർ ബില്ലടയ്ക്കാൻ തരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്ലിപ്പിൽ എഴുതി തരും. ഒരു ചെറിയൊരു തുണ്ട് പേപ്പറിൽ നമ്മളൊക്കെ പണ്ട് സ്കൂളിലൊക്കെ മറ്റേ ഈ തുണ്ട് വയ്ക്കാൻ വേണ്ടി ഒരു ചെറിയ പേപ്പർ കട്ട് ചെയ്യുമല്ലോ, അതുപോലെ ആ ഒരു തുണ്ടിനകത്ത് എഴുതി തരും പേഷ്യൻ്റെ പേരും ID-യും ഇത്ര എമൗണ്ട് അടയ്ക്കണം. ഈ എമൗണ്ട് നമ്മൾ അടച്ചതിന് ശേഷം അവർ ബില്ല് ചോദിക്കുമ്പോൾ അവർ പറയും ബില്ലില്ല, അത് നിങ്ങളുടെ അവിടെ പൊയ്ക്കോളും. അപ്പോൾ നമ്മൾ അടച്ച ക്യാഷിൻ്റെ ബില്ലിൻ്റെ തരാൻ പറയുമ്പോൾ ഇല്ല, ബില്ലായിട്ട് തരാൻ പറ്റത്തില്ല എന്ന് പറയും. അത് വേണമെങ്കിൽ നിങ്ങൾ ECHSൻ്റെ
വ്യക്തിയോട് സംസാരിക്കുക. ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി എന്തോ പാതകം ചെയ്ത മാതിരിയാണ് ആ പുള്ളി നമ്മളോട് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കരുത്, നിങ്ങൾ ആരെന്നോ വിളിക്കാൻ എന്നുള്ള ഒരു വൃത്തികെട്ടൊരു സംസാര രീതിയാണ് ആ പുള്ളിയുടെ. ഇത് ഞാൻ അവിടുത്തെ CEO ആ മാഡത്തിനോട് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് ബില്ലായിട്ട് നമുക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ചോദിക്കുമ്പോൾ അവർക്കതിന് മറുപടിയില്ല. അപ്പോൾ ആ ഒരു സ്ലിപ്പ് അവർ വാങ്ങിയതിന് ശേഷം തിരിച്ച് നമുക്ക് അതിൻ്റെ അകത്തൊരു മറുപടിയും തരാറില്ല. ഇനി അത് അവർ ഏത് ഫണ്ടിലോട്ടാണ് മാറ്റുന്നത് എന്നൊക്കെ ദൈവത്തിന് മാത്രം അറിയാം. എന്ത് ചികിത്സയ്ക്കായിരുന്നു SK ആശുപത്രിയിൽ പോയത്? ഏത് വർഷമായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു? 2023 സ്റ്റാർട്ടിങ്ങിൽ അച്ഛൻ്റെ ബാക്കിൽ ഒരു പെയിൻ ഉണ്ടായിരുന്നു. ഒരു മൈനർ ഓപ്പറേഷന് വേണ്ടിയാണ് പോയത്. അത് 2 ദിവസത്തിനുള്ള ഓപ്പറേഷനെല്ലാം കഴിഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു എമൗണ്ട് 16,000 രൂപ ഇത് ബില്ല് കൊടുത്താലേ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ റൂമിൽ. വന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഏത് പൈസയാണ്, ക്യാഷ്ലെസ് ഇതെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ അഡ്മിറ്റ് ചെയ്ത്. അദ്ദേഹം പറഞ്ഞു ഇതിന് പൈസയൊന്നും ആവത്തില്ലെന്ന്. പിന്നെ 16,000 രൂപയായി. പിന്നെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു. അവിടെ ഷൗട്ട് ചെയ്തതിന് ശേഷം അത് 14,000 ഇത് അടച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഗത്യന്തരമില്ലാതെ ഈ ബില്ലിൽ SK ആശുപത്രിയിൽ നിന്ന് മുകളിൽ എഴുതിയിരുന്നു, ഹെഡ്ലൈൻ ഉണ്ടായിരുന്നു. ബില്ലിന് ഇത് ചെറിയൊരു പേപ്പറിൽ എഴുതുന്നത് ഇത് അടച്ചാലേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, ചെറിയൊരു പേപ്പറിലാണ് എന്നാലേ ഡിസ്ചാർജ് എഴുതി തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ ഗത്യന്തരമില്ലാതെ അപ്പോൾ ഈവനിങ് ടൈമായി ഫാദറാണെങ്കിൽ വീട്ടിൽ എങ്ങനെയെങ്കിലും വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് നിർബന്ധം ഗത്യന്തരമില്ലാതെ അങ്ങനെ കൊടുത്തിട്ട് ഡിസ്ചാർജ് വാങ്ങി വന്നതാണ്. അത് പിന്നെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാൻ നേരത്താണ് ECHSൽ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇത് ക്യാഷ്ലെസ് ആണ്, നിങ്ങൾ പൈസ നിന്ന് കൊടുത്തെന്ന് പറഞ്ഞിട്ട്. ഇത് എന്ത് പറഞ്ഞിട്ടാണ് ഈ ഒരു 16,000 രൂപ 14,000 ആക്കി? ഇതിൻ്റെ റൂമിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം പറഞ്ഞത്. ഇത് നമുക്ക് 1,000 രൂപയ്ക്കുള്ള റൂം അവൈലബിളാണ്. ഇത് പക്ഷേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റൂമും 4,000 രൂപയ്ക്കാണ്. നമ്മുടെ 1,000 രൂപ മൈനസ് ചെയ്ത് 3,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്. ആദ്യം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിലാണ് നമുക്കറിയാൻ പറ്റിയത്. അവസാനം എത്ര രൂപ അടച്ചു? പൈസ അടച്ചു? 16,000 രൂപ പറഞ്ഞ് ഞാൻ ബഹളം ഉണ്ടാക്കി ഇത് അങ്ങനെ കൊടുക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ 14,000 രൂപയാക്കി. പിന്നെ നമ്മൾ ഗത്യന്തരമില്ലാതെ അന്ന് അടച്ചിട്ട് വന്നതേ. അത് വൈകുന്നേരമായി, രാത്രി ആവാറായി. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു ഫാദർ പറഞ്ഞിട്ടാണ് ഞാൻ അടച്ചിട്ട് വന്നത്. എന്തിൻ്റെ ചാർജൊക്കെയാണ് ഈടാക്കിയതെന്ന് പറഞ്ഞിരുന്നു? നിങ്ങൾ ചോദിച്ചിരുന്നു, അവരോട് ചോദിച്ചിരുന്നു? ആ റൂമിൻ്റെ വാടകയും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മുടെ അത് കേൾക്കേണ്ട ഒരു മാനസികാവസ്ഥയിലല്ലോ ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഈ അപ്രത്യക്ഷമായിട്ട് ഈ പൈസ വന്നപ്പോൾ. ഇത് ആരുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ SK ഹോസ്പിറ്റലിൽ പോകുന്നത്? ഏത് വർഷമായിരുന്നു? എന്താണ് പേരെന്താ? എൻ്റെ പേര് ബിജു. 1.5 വർഷം മുമ്പ് എൻ്റെ മോൻ്റെ തന്നെ ആർമി സ്കൂളിൽ പഠിക്കുകയായിരുന്നപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവൻ സ്കൂളിൽ വെച്ച് വീണ് കാല് ചെറിയൊരു ഫ്രാക്ചറായി. അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് ഞാൻ എമർജൻസിയിലാണ് ഇവിടെ കൊണ്ടുവന്നത്. എമർജൻസി കൊണ്ടുവന്ന് പക്ഷേ നമ്മൾ ECHSൽ എമർജൻസി പോയി കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ അന്നത്തെ കംപ്ലീറ്റ് പൈസ എന്ന് പറഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് ഈടാക്കും. പെട്ടെന്ന് തന്നെ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞാൽ എക്സ്റേ എടുത്ത് ഇപ്പോൾ ഡ്യൂട്ടി ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. ഡ്യൂട്ടി ഡോക്ടർ പിന്നെ മെയിൻ ഡോക്ടറിന് അയച്ചു കൊടുത്ത് അത് മൊബൈലിൽ അയച്ചു കൊടുക്കുന്നത്. പറഞ്ഞാൽ ചെറിയൊരു ഇതേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊരു ഇത് ചെയ്താൽ മതി. ഒരു ബാൻഡേജ് 650-700 രൂപയ്ക്ക് ഒരു ബാൻഡേജ് വാങ്ങി ബാക്കി അവിടെ നിന്ന് അന്ന് തന്നെ എക്സ്റേ എടുത്തിട്ട് ഇതെല്ലാം കൂടെ 10,000-2,000 രൂപ എൻ്റെ നിന്ന് ഈടാക്കി. അവിടെ പേയ്മെൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ 2 ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കൂ, അത് കഴിയുമ്പോൾ അങ്ങ് ഊറി പിടിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് 3 ദിവസം കഴിഞ്ഞിട്ടും ഈ മോന് നടക്കാനോ മൂവിങ് അങ്ങോട്ട് ആകുമ്പോഴെന്ന് പറഞ്ഞാൽ കാലിൽ നീരാവുന്നു. പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും SV4 കൊണ്ടുപോയി. SV4 കൊണ്ടുപോയി എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഡോക്ടർ പറയുന്നത്, ഓർത്തോ ഡോക്ടർ പറയുന്നതെന്ന് പറഞ്ഞാൽ നല്ല പൊട്ടലാണ്, ഇത് ഏത് ഡോക്ടറാണ് ഇത്ര ഇത് ചെയ്തത് എന്നാണ് പറയുന്നത്. ഞാൻ അവിടെ ഏകദേശം എനിക്ക് 5,000 രൂപ കൂടുതൽ SV4ലായി. നമ്മളെ കുട്ടികളുടെ കാര്യമല്ലേ നോക്കും, അതല്ലേ പൈസ ഇല്ലല്ലോ എപ്പോഴും വരുന്നതെന്ന് പറഞ്ഞാൽ. ഞാൻ അവിടെ കൊണ്ടുപോയി ഇത് കാല് 1 മാസം 40 ദിവസം പ്ലാസ്റ്റർ ഇട്ട് തന്നെ ഇരുന്ന്. SLC പരീക്ഷ ടൈമിലായിരുന്നു ഇത് സംഭവിക്കുന്നത് തന്നെ. ആ പരീക്ഷ തന്നെ എഴുതാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റർ ഇട്ട് പോകുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് 1.5 വർഷം മുമ്പുള്ളത്. അതിന് മുമ്പ് ഞാൻ 2015 തൊട്ട് SK ഡിപ്പെൻഡ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. 2015 പെൻഷൻ ഇറങ്ങി അപ്പോഴേ തൊട്ട് നമുക്ക് അടുക്ക സൗകര്യം പോയി വരാമെന്ന് പറഞ്ഞാൽ SK ആണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ SKയിൽ ഓരോ കാര്യത്തിനും പോവും. ഇതിന് മുമ്പെന്ന് പറഞ്ഞാൽ പിന്നെ വൈഫിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, ENTയുടെ തന്നെ മൂക്കിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് മഹിൻ സാറാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അവിടെ തന്നെ അന്ന് ഓപ്പറേഷനോട് അനുബന്ധിച്ച് തന്നെ ഒരു 20 ഗ്ലൗസ് എന്നെ കൊണ്ട്, അപ്പോൾ കോവിഡ് ടൈമായിരുന്നു, 20 ഗ്ലൗസ് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു അന്ന് ഓപ്പറേഷൻ്റെ അന്ന് ഞാൻ എല്ലാം ഓക്കെ 20 എണ്ണം ഞാൻ വാങ്ങിക്കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങുന്നതിന് നോൺ മെഡിക്കലിൽ എന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം.
നമ്മളപ്പോഴെന്താണ് നമ്മളെ കാര്യം നടക്കണം, എളുപ്പമെന്ന് പറഞ്ഞാൽ കാര്യം നടക്കണം. അപ്പോൾ ഇത് നമ്മൾ പൈസ നോക്കാറില്ല, അത് സാധനം വാങ്ങിച്ചോളൂ. പിറ്റേന്ന് രാവിലെ എൻ്റെ പറഞ്ഞ് കുറച്ച് സാധനം കൂടെ വാങ്ങണം. അപ്പോഴതിന് നോക്കുമ്പോൾ വീണ്ടും 20 ഗ്ലൗസ്, ഒരു ഓപ്പറേഷന് 40 ഗ്ലൗസ്. അപ്പോൾ ഞാൻ രാവിലെ ചോദിച്ചു, നഴ്സിൻ്റെ ചോദിച്ചു, ഈ 20 വീണ്ടും നിങ്ങൾ എഴുതിയേക്കുന്നത് എന്തിനാണ്? ഇത് ബ്രെഡും ജാമാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി മക്കൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഈ 40 ഗ്ലൗസ് ഒരു ഓപ്പറേഷന് 40 ഗ്ലൗസ് ഇത്രയും ഇതുണ്ടായിരുന്നു ഒരു ചെറിയൊരു ഓപ്പറേഷന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാതെ തന്നെ ഞാൻ 3 ദിവസം അവിടെ കിടന്നു. രാവിലെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ അവർ വൈകുന്നേരം 4-4:30 മണി വരെ വെയിറ്റ് ചെയ്യിക്കും. എന്ന് പറഞ്ഞാൽ അന്നത്തെ കൂടെ റൂം റെൻറ്റ് എടുക്കാൻ വേണ്ടി. റൂം റെൻറ്റ് 1800 രൂപയാണെങ്കിൽ നമ്മളുടെ പറയുന്നത് എന്താണ്, നമ്മളവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്, 1800 റൂമില്ല, 2800 ഉള്ളൂ, അത് അവൈലബിൾ. ഇപ്പോൾ നമ്മളതാ വിചാരിക്കണം 1000 രൂപ കൂടെ പേയ്മെൻറ്റ് ചെയ്യണം, എന്തായാലും കാര്യം നടക്കുമല്ലോ, പെട്ടെന്ന് നമ്മളത് എടുക്കാനായിട്ട് അത് ഇത് ചെയ്യും. എന്നിട്ട് ഞാൻ അന്ന് ഡിസ്ചാർജ് ആയി ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഏകദേശം 8000 രൂപ അഡീഷണൽ ബില്ല് തന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇത് അടയ്ക്കില്ല. ഞാൻ അപ്പോഴും പിന്നെ ECHSൻ്റെ ഒരു ഇതുണ്ട്, PRO ഒരാളുണ്ട് അതിൻ്റെ ഇത് നോക്കുന്ന. ഞാൻ പുള്ളിയുടെ അടുക്ക് ഈ ബില്ലെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി. ലാസ്റ്റിൽ എനിക്ക് വേവ് ചെയ്ത് 1500 രൂപ അടച്ചിട്ട് നിങ്ങൾ രോഗിയെ കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ 1500 പേയ്മെൻറ്റ് ചെയ്തു, ബാക്കി 8000 രൂപ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് തന്നതാണ്. അത് ഞാൻ പറഞ്ഞ് ഇത് ഇത്രയും പേയ്മെൻറ്റ് ഞാൻ ചെയ്യില്ല. ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ഇതിൽ കവറാവില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളെ കാര്യം ഇതാണെങ്കിൽ, ഒരു പട്ടാളക്കാരുടെ വിമുക്തവരുടെ കാര്യം ഇതാണെങ്കിൽ, ബാക്കി സിവിലിയൻസിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ. നമ്മളെ ഇങ്ങനെ ഇത്ര ആര് ഇതിന് പ്രതികരിക്കുന്നു, ഇത് ഇപ്പോഴും തുടങ്ങിയതല്ല, ഇത് നേരത്തെ ഉണ്ടായിരുന്നു, ഇത് ഇപ്പോഴാണ് ഇത് വന്നത് തന്നത്. ഇപ്പോൾ കർമാന്യൂസ് ഇത് വെളിയിൽ വന്നതുകൊണ്ട് ഇത് വെളിയിൽ വന്നതാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം പേര് പറഞ്ഞ് ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, മീഡിയയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ കർമാന്യൂസാണ് പേര് പറഞ്ഞ് SK, അല്ലെങ്കിൽ സ്വകാര്യ ഹോസ്പിറ്റലാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വകാര്യ ഹോസ്പിറ്റൽ, ഇടപ്പള്ളിയിലുള്ള സ്വകാര്യ ഹോസ്പിറ്റലിൽ ഇതാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇന്ത്യയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരു കർമാന്യൂസ് ഇത് പറഞ്ഞാൽ പിന്നെ ഇത് മീഡിയയിലായി ഇതെന്ന് പറഞ്ഞാൽ ഇത് എല്ലാ സ്ഥലത്തും. പക്ഷേ ഇതൊന്നും അല്ല, ബാക്കിയുള്ള ഹോസ്പിറ്റലിൽ ഇതൊന്നും അല്ല നടക്കുന്നത്. ഇവിടെ നമ്മളൊരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാലും ECHSൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ഇഞ്ചക്ഷൻ അത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്, കവറാവില്ലെന്നാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ. കുറേ പേര് അടയ്ക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ഇത് അനുഭവങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. പിന്നെ ആരും വിളിച്ചത് പറയുന്നില്ലെന്നേ ഉള്ളൂ ഇങ്ങനെയെന്ന്. പിന്നെ താങ്കൾക്കും ഈ ബില്ല് ലഭിച്ചപ്പോൾ അതിൽ ഹോസ്പിറ്റലിൻ്റെ പേരുണ്ടായിരുന്നു? ഏതില്ല സാർ? തരുന്ന ഹോസ്പിറ്റലിൻ്റെ പേരുണ്ടായിരുന്നു, അത് ബില്ലെന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ബില്ല് 8000 രൂപ പേയ്മെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ബില്ല് നമ്മളെ തരുന്നില്ല. നമുക്ക് ഈ ടോട്ടൽ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു നമ്മൾ അഡ്മിറ്റ് ആവുന്നതിന് ടോട്ടൽ ബില്ല് സമ്മറി ഇന്ന് വരെ ഒരു വ്യക്തിയും കാണിക്കില്ല ഒരു ഹോസ്പിറ്റലിൽ എന്താണെന്നുള്ളത്. അതെന്ന് പറഞ്ഞാൽ നമുക്കെന്ന് പറഞ്ഞാൽ ആ ക്ലെയിം എത്ര രൂപയാണ് എഴുതി വിടുന്നതെന്ന് അറിയില്ല. നമ്മൾ ഇപ്പോൾ ഏതൊരു ഹോസ്പിറ്റലിലും നമുക്കറിയണം, ഒരു ക്ലയൻറ്റിന് അറിയണം എത്ര രൂപയാണ് ക്ലെയിം ചെയ്യുന്നതെന്നുള്ളത്. ടോട്ടൽ ഇപ്പോൾ 10 ദിവസം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ ടോട്ടൽ ചിലവ് നമ്മൾ എത്രയാണ്, അത് ഗവൺമെൻറ്റാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാനുള്ള ഇതുണ്ട്, അവകാശമുണ്ട്. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്നില്ല നമ്മളിൽ നമുക്ക് എത്രയാണെന്നുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഹോസ്പിറ്റലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മെഡിസിനെല്ലാം അവർ തന്നെ ചെയ്യും. ഗോകുലം ആയിക്കഴിഞ്ഞാലും നിംസ് ആയി കഴിഞ്ഞാൽ, ഗോകുലത്തിലൊക്കെ എൻ്റെ അനുഭവം പറഞ്ഞുതരാം. അപ്പോഴെന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ ഇത് മെഡിസിൻ ഒരു ദിവസത്തെ മെഡിസിൻ കംപ്ലീറ്റ് അവരാണ് ഇത് ചെയ്യുന്നത്. ഓരോ ദിവസത്തെ മെഡിസിൻ എടുത്തിട്ട് ലാസ്റ്റിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാഴ്ച ഡിസ്ചാർജ് ആകുമ്പോൾ ഒരാഴ്ച കഴിക്കാനുള്ള മെഡിസിനും കൂടെ തന്നാണ് വിടുന്നത്. ഇതിന് പേയ്മെൻറ്റ് ചെയ്യുന്നില്ല. എമർജൻസിയിൽ SK ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പേയ്മെൻറ്റ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അന്നത്തെ ഡ്യൂട്ടി ഡോക്ടറെ പൈസ ബാക്കിയുള്ള എല്ലാം നമ്മളെ കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അത് അവർ മാക്സിമം എത്ര ചെയ്യാൻ പറ്റുമോ അത് കംപ്ലീറ്റ് നോക്കുകയും ചെയ്യും. അന്ന് അവർ എത്രത്തോളം നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ടെസ്റ്റുകൾ എന്ത് ടെസ്റ്റ് ഉണ്ടെങ്കിലും അവിടെ അപ്പോഴും എമർജൻസിയിൽ അവർ ചെയ്യിപ്പിക്കും. അന്നത്തെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് പറയും ECHSൽ വേവാവില്ല, ഇത് കംപ്ലീറ്റ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താലേ പറ്റൂ എന്നാണ് അവർ പറയുന്നത്. ഈ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് എങ്ങനെയാണ് നോക്കി? സാർ, ഞങ്ങളെപ്പോലുള്ള വിമുക്തഭടന്മാർ, അതായത് ഞാൻ പെൻഷനായിട്ട് വന്നിട്ട് ഏതാണ്ടൊരു 4 വർഷമായി. അപ്പോൾ ഞാൻ വന്ന നാൾ തൊട്ട് തന്നെ കേൾക്കുന്ന ഒരു പരാതിയാണ്, വിമുക്ത ഭടന്മാരിൽ നിന്നും ചികിത്സയ്ക്കായി SK ഹോസ്പിറ്റലിൽ എത്തുന്ന വ്യക്തികളിൽ നിന്ന് പണം ഈടാക്കുന്നുണ്ട്. ഈ ഈടാക്കുന്ന പണം ഇങ്ങനെ ഇരയാവുന്ന വിമുക്ത ഭടന്മാർ നമ്മുടെ വിമുക്തഭട സംഘടനയായിട്ട് ബന്ധപ്പെടുകയും നമ്മൾ ECHSായിട്ട് ബന്ധപ്പെട്ട് ആ കാശ് ഇവർക്ക് തിരിച്ചു വാങ്ങി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സമ്പ്രദായം നടക്കുന്നതിലും ഈ ഒരു പൈസ വാങ്ങുന്ന ഒരു സമ്പ്രദായം SK ഹോസ്പിറ്റലിൻ്റെ നിർത്തലാക്കാൻ വേണ്ടി നമ്മുടെ അധികാരികൾ അവരോട് ഒരു മൃത സംയമനമാണ് നടത്തുന്നത്. അതായത് ആ ഒരു പ്രവർത്തനം നിർത്തണം. ഈ കാശ് വാങ്ങിയിട്ട് അത് പിന്നെ സംഘടനകൾ ബന്ധപ്പെട്ട് ECHS ബന്ധപ്പെട്ട് തിരിച്ച് വാങ്ങിക്കൊടുക്കുന്നതിനെക്കാട്ടിയും ഈ കാശ് വാങ്ങുന്ന സമ്പ്രദായം അത് നിർത്തലാക്കണം. നമ്മുടെ അധികാരികൾക്ക് ഇവരോടുള്ള ഒരു സംയമനം, മൃതമായിട്ടുള്ളൊരു സംയമനം നിർത്തലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മെഡിസിപ്പ് തുടങ്ങിയ നമ്മുടെ കേരള സർക്കാരിൻ്റെ ആ ഒരു പദ്ധതിയായിട്ട് വരുന്നവരിൽ നിന്നും ഇവർ പൈസ ഈടാക്കുന്നുണ്ട്. അതായത് ഏതാണ് ആരോഗ്യ മേഖലകളിൽ പിന്നെ നമുക്ക് കിട്ടുന്ന ആനുകൂല്യമായി പോകുന്ന എല്ലാവരിൽ നിന്നും ഇവർ പൈസ ഈടാക്കുന്നതുകൊണ്ട് അതിന് മെഡിസിപ്പ് ഇവർക്ക് അദാലത്തിനെതിരെ ഒരു കേസും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ പരിപാടി നിർത്തിയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ നടത്തുന്ന ഇവരുമായിട്ടുള്ള കരാറാണ്. ഒരു ദിവസം വന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അത് തികച്ചും ആ ഒരു അഹങ്കാരത്തിൻ്റെ ഒരു മുഖമാണ് അവർ കാണിക്കുന്നത്. അങ്ങനെ നിർത്താൻ സാധിക്കുകയില്ല. അത് നമ്മുടെ വിമുക്തമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യസേവനം ചെയ്യുന്നത് വളരെ കഷ്ടപ്പെടാം. അത് ഇനി പറയേണ്ട കാര്യമില്ല. ഏതൊരു വസ്തുതയായും അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ഒരു അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല സമയം രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തിട്ട് വന്ന വിമുക്ത ഭടന്മാരിൽ നിന്നും ഇങ്ങനെയുള്ളൊരു ക്രൂരത കാണിക്കുന്ന SK ഹോസ്പിറ്റലിനെതിരെ കർശനമായ നിയമ നടപടി വേണം. അവരിൽ നിന്ന് നമ്മുടെ ECHS പാനലായിട്ടുള്ള ചികിത്സാ രീതികളെല്ലാം റദ്ദാക്കണമെന്നാണ് എനിക്കിവിടെ ഇപ്പോൾ പറയാനുള്ളത്. അതിലൊരു വലിയൊരു തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നിയമ നടപടി എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പരാതി എന്തെങ്കിലും എവിടെയെങ്കിലും വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നം തുടങ്ങുന്നത് 27 ഏപ്രിലിൽ ഞങ്ങളൊരു പരാതി കൊടുത്തു. ഏറ്റവും അവസാനമായി കൊടുത്ത പരാതിയാണ്. അല്ലാതെ അനന്തപുരി ഞങ്ങൾ റീജിയണൽ സെൻറ്റർ പാങ്ങോട് ECHSലും MD ECHSനും സ്റ്റേഷൻ കമാൻഡറിനും ഈ സ്റ്റേഷൻ്റെ ചുമതലയുള്ള അല്ലെങ്കിൽ വെറ്ററൻസിൻ്റെ വെൽഫെയറുമായി ബന്ധപ്പെട്ട് അധികാരമുള്ളയാളെന്ന് പറയുന്നത് ഈ സ്റ്റേഷൻ്റെ കമാൻഡറാണ്. അപ്പോൾ സ്റ്റേഷൻ കമാൻഡറിന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. റീജിയണൽ സെൻറ്റർ ECHS ആണ് ഇതിൻ്റെ നോഡൽ ഏജൻസി. അവർക്കും ഈ എംപാനൽമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് റീജിയണൽ സെൻറ്റർ ECHS ആണ്. അപ്പോൾ ECHSന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് അവസാനം കൊടുത്ത പരാതി എന്ന് പറയുന്നത് ഒരു വിമുക്ത ഭടനായ ഞങ്ങളുടെ തന്നെ ഒരു അംഗം അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോവുകയും അദ്ദേഹത്തിൻ്റെ നിന്ന് 27,000 രൂപ അടയ്ക്കാൻ പറയുകയും അവസാനം അത് നെഗോഷിയേറ്റ് ചെയ്ത് 23,000 രൂപയാക്കി അയാൾ അടയ്ക്കുകയും ചെയ്തു. ഇത് ഞങ്ങൾ പരാതി കൊടുത്തു. പരാതി കൊടുത്തതും അതൊരു മാധ്യമത്തിൽ റിപ്പോർട്ടർ ചാനലിൽ വാർത്തയായി വരികയും ആ വാർത്ത വരുന്നത് 24 ജൂണിനാണ്. SK ഹോസ്പിറ്റലിൽ ഇങ്ങനെ വിമുക്ത ഭടന്മാരിൽ നിന്നും അനധികൃതമായി പൈസ ഈടാക്കുന്നു എന്നൊരു വാർത്ത വരികയും ആ വാർത്തയെ തുടർന്ന് അന്ന് വൈകുന്നേരം തന്നെ ECHSുമായുള്ള കരാർ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് അവരിറക്കുകയാണ് ചെയ്തത്. നോട്ടീസ് ഇൻ ദി സെൻസ് അവർ റീജിയണൽ സെൻറ്റർ ഡയറക്ടറിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു ലെറ്ററാണ്. ആ ലെറ്ററിൽ അവർ പറയുന്നത് ഞാൻ പറയാം. അതായത് ECHSുമായുള്ള കഴിഞ്ഞ 15 വർഷത്തെ നമ്മുടെ അസോസിയേഷൻ നിർത്തുന്നുവെന്നും അത് അനന്തപുരി സോൾജിയേഴ്സ് മാധ്യമങ്ങൾ വഴി അവരുടെ ഇമേജ് ടാർണിഷ് ചെയ്യാൻ ശ്രമിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഈ സ്കീമിൽ നിന്നും വിഡ്രോ ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവസാനം അവർ പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അവർക്ക് ഏതാണ്ട് 10.5 കോടി രൂപ ECHSൽ നിന്നും ക്ലെയിമായി ലഭിക്കാനുണ്ട്. ആ പൈസ അവർക്ക് എത്രയും വേഗം നൽകണമെന്നാണ് അവരുടെ ഈ കുറിപ്പിൽ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇതിൽ ഈ ലെറ്ററിനെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ECHS സ്കീം എന്താണെന്ന് ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വിവരണം തരാം. അതായത് ഏത് സൈനികനായാലും, അതായത് എയർഫോഴ്സ്, നേവി, ആർമി, ഈ ഡിഫൻസിൽ വരുന്ന 3 സേനകളിൽ നിന്നും വിരമിച്ച് വരുന്ന സമയത്ത് നമ്മുടെ പെൻഷൻ്റെ കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ നിന്നും എക്സ് സർവീസുകാരുടെ ചികിത്സയ്ക്കായി അതിനെ ECHS എക്സ് സർവീസ്മാൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം എന്നാണ് പറയുന്നത്. ആ സ്കീമിലേക്ക് ഞങ്ങൾ നിന്ന് എന്ത് ചെയ്യും, പൈസ ഈടാക്കുന്നുണ്ട്. നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ അടയ്ക്കുന്നുണ്ട്. അത് ഒരു ശിപായി മുതൽ JC വരെ ഓഫീസർ വരെ ഈ റേറ്റ് വ്യത്യസ്തമാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 35,000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു ശിപായിയായി അല്ലെങ്കിൽ ഒരു ഏറ്റവും ലോവസ്റ്റ് റാങ്കിൽ നിന്നാണ് ഒരാൾ റിട്ടയർ ആകുന്നതെങ്കിൽ അയാൾ 35,000 മുതൽ 60,000 70,000 രൂപ വരെ ഇതിലടച്ചാണ് ഈ സ്കീമിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങൾ നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവിടെയുള്ള പോളിക്ലിനിക്കുകൾ വഴി സ്വകാര്യ ഹോസ്പിറ്റലുകളുമായി എംപാനൽ ചെയ്തു പോയി നമ്മൾ ചികിത്സ തേടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഈ ECHSൽ ഈ സ്വകാര്യ ഹോസ്പിറ്റലുകളെല്ലാം എംപാനലായിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങനെ എംപാനലായ ഒരു പ്രധാന ഹോസ്പിറ്റലാണ് SK ഹോസ്പിറ്റൽ. പിന്നെ ഈ പാങ്ങോട് ഈ കൻ്റോൺമെൻറ്റുമായി അടുത്തുള്ളത് കൊണ്ട് ഒരുപക്ഷെ കൂടുതൽ വിമുക്ത ഭടന്മാരും അവരുടെ കുടുംബങ്ങളുമൊക്കെ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് SK. അങ്ങനെ ഇരിക്കെ തന്നെ ഇവർ എന്ത് ചെയ്യുന്നു, ഈ ഒരു ആനുകൂല്യം മുതലെടുത്ത് പോകുന്നവരിൽ നിന്നും അനധികൃതമായി പൈസ ഈടാക്കുന്നു. കഴിഞ്ഞ 4 വർഷമായി നിരവധി പരാതികൾ, ഈ ഫയൽ മുഴുവൻ SK ഹോസ്പിറ്റലിനെതിരെ കൊടുത്ത പരാതികളാണ്. അല്ലെങ്കിൽ നമ്മുടെ അംഗങ്ങളോ അല്ലെങ്കിൽ അംഗങ്ങളല്ലാത്ത വിമുക്ത ഭടന്മാരോ നമുക്ക് തന്ന SK ഹോസ്പിറ്റലിനെതിരെയുള്ള പരാതികളാണ്. ഓരോ പരാതി വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, റീജിയണൽ സെൻറ്ററിനെ അറിയിക്കും. റീജിയണൽ സെൻറ്റർ ഇടപെടുമ്പോൾ ആ പരാതി എന്ത് ചെയ്യും, അവർ പിൻവലിക്കുകയോ ആ പൈസ തിരിച്ചു കൊടുക്കുകയോ ചെയ്യും. നിരവധി ഉദാഹരണങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു 8-9 മാസം മുമ്പ് തന്നെ ഒരു വിമുക്ത ഭടൻ, എയർഫോഴ്സുകാരനായ ഒരു വിമുക്ത ഭടൻ ചികിത്സയ്ക്ക് ഇടയിൽ മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരിൽ നിന്ന് 5,30,000 രൂപയാണ് ഇവരടയ്ക്കാൻ പറഞ്ഞത്. അന്ന് അവരുടെ കയ്യിൽ കാശില്ലായിരുന്നുകൊണ്ട് അവരൊരു 40,000 അടച്ച് പിന്നെ ചെക്കൊക്കെ നൽകിയാണ് അവർക്ക് ബോഡി തന്നെ വിട്ടുകൊടുത്തത്. അതും നമ്മൾ ഇടപെട്ടായിരുന്നു. പിന്നെയും അവരിൽ നിന്ന് 5 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷം രൂപ പിന്നെയും വാങ്ങി. ആ 2.5 ലക്ഷം രൂപ ഇന്നും അവർ
തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നിരവധി പരാതികളാണ് ഈ ഹോസ്പിറ്റലിനെതിരെ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ ഉയർത്തി കാണിക്കുമ്പോൾ ഈ സ്കീമിൽ നിന്നേ ഞങ്ങൾ വിട്ടുപോകുന്നു, ഞങ്ങളിനി വിമുക്തഭടന്മാരെ ചികിത്സിക്കുന്നില്ല എന്ന വളരെ ധിക്കാരപരമായ ഒരു നടപടിയാണ് ഇപ്പോൾ എസ് കെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇത് കടുത്ത നിയമലംഘനവും മനുഷ്യാവകാശ ലംഘനവുമാണ്. പിന്നെ ഇത് റീജിയണൽ സെൻറ്ററുമായി നമ്മളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നുണ്ട്, മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റ് ഡൽഹി പോയി അവിടെ നിന്നൊരു ഗവൺമെൻറ് സാങ്ഷൻ ലെറ്റർ, നമ്മൾ GSL എന്ന് പറയും, GSL ലഭിച്ചതിന് ശേഷമാണ് ഇവർ ചികിത്സ ആരംഭിക്കുന്നത്. വ്യക്തമായ ഒരു പീരീഡും എഗ്രിമെൻറ്റും ഉണ്ട് ഇതിന്. അപ്പോൾ അത് വയലേറ്റ് ചെയ്ത് അവർക്ക് ഒൺസൈഡഡ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അവർക്ക് വിട്ടുപോകണമെങ്കിൽ പ്രോപ്പറായിട്ട് അവർ റീജിയണൽ സെൻറ്ററിനെ അറിയിക്കുകയും നോട്ടീസ് പീരീഡ് അനുസരിച്ചുള്ള സമയത്ത് അവർ ചികിത്സ ലഭ്യമാക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് ഇതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ നോട്ടീസ് പീരീഡ്, അവർക്കൊരു ഷോക്കേസ് നോട്ടീസ് കൊടുത്ത് ആ ഒരു വാർണിംഗ് പീരീഡ് കഴിഞ്ഞ് അവിടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാം വേറൊരു ഹോസ്പിറ്റലുകളിലേക്കൊക്കെ മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതിന് മാത്രമേ ചികിത്സ നിഷേധിക്കാവൂ. ഇത് ഈ ഒരു വാർത്ത ഇറങ്ങിയതിൻ്റെ പേരിൽ ഇന്ന് തന്നെ ഞങ്ങൾ ചികിത്സ നിർത്തുന്നു എന്ന് പറയുമ്പോൾ അവിടെ തുടർച്ചയായി ഫോളോ അപ്പ് ചികിത്സ ചെയ്യുന്ന ഡയാലിസിസ് രോഗികളുണ്ട്. ഈ പറഞ്ഞ പീരീഡുകളിൽ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് സർജറിക്ക് പ്ലാൻ ചെയ്ത ആൾക്കാരുണ്ട്, ഗർഭിണികളുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം മുന്നോട്ടുള്ള ചികിത്സയെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ പക വീട്ടുകയാണ് ശരിക്ക് എസ് കെ ഹോസ്പിറ്റൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതേതാണ്ട് ഇപ്പം 25-ാം തീയതി കഴിഞ്ഞ് 4-5 ദിവസമായി ഞങ്ങൾ ഇവർ വിട്ടുപോയതിലുള്ള വയലേഷൻ എങ്ങനെയൊക്കെയാണ് ഈ MOA ഇവർ വിഡ്രോ ചെയ്തതിൻ്റെയിലും നിയമപരമായി പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ സ്റ്റേഷൻ കമാൻഡറിനും റീജിയണൽ ഡയറക്ടറിനും MD ECHSനൊക്കെ അനന്തപുരി സോൾജേഴ്സ് പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ മറുപടിക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതായത് മാതൃകാപരമായ ഒരു തീരുമാനം അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും ഈ ഹോസ്പിറ്റലിനെ ബാൻ ചെയ്യാൻ വരെയുള്ള പ്രൊവിഷനുണ്ട്. ഇവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. കാരണം സൈനികരായ ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അവരതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 15 വർഷമായിട്ട് വളരെ ഗുഡ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ് എന്നാണ്. അത് കേൾക്കുമ്പോൾ ശരിക്കും അവിടെ ചികിത്സിച്ചിട്ടുള്ള വിമുക്ത ഭടന്മാർക്കും അവരുടെ ഫാമിലിക്കും ചിരിയാണ് വരുന്നത്. ഇനി ഇങ്ങനെ ഇതിലൊരു തീരുമാനം ഇനിയിപ്പം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളെ ഫാമിലീസും എല്ലാവരും തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് ഞങ്ങൾ വരും ദിവസങ്ങളിൽ അത് ഇറങ്ങുകയും ചെയ്യും. കാരണം ഇതിനൊരു തീരുമാനം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. 2, ഇവർ 10.5 കോടി രൂപ ഇവർക്ക് വേണമെന്ന് പറയുന്നു. ഇവർ ഈ വാങ്ങിയ വിമുക്ത ഭടന്മാർക്കും അവരുടെ ഫാമിലിക്ക് ഈ പൈസയെല്ലാം തിരിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഇവരെ ക്ലെയിം ക്ലിയർ ചെയ്യാവൂ. ഇവർ വാങ്ങിയ പണമെല്ലാം തിരിച്ചു കൊടുക്കട്ടെ. ഈ ഒരു സ്കീമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് 23 ജൂലൈ 2023 ഒരു ലെറ്ററുണ്ട്. അതിൽ തന്നെ കറക്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട് ഈ ECHS എന്ന സ്കീം ക്യാഷ്ലെസ് ആണ്. ആ ക്യാഷ്ലെസ് സ്കീമിൽ നിന്ന് പൈസ ഈടാക്കാൻ ഇവർക്ക് പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും പൈസ ഈടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ ഒരാൾ സൂചിപ്പിച്ചതുപോലെ ഇവരെ ICUയിലോ ഇവരല്ലെങ്കിൽ ചികിത്സയ്ക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലോ ആയിരിക്കുമ്പോഴാണ് അവരെ ഡിപ്പെൻഡൻസിൽ നിന്ന് ഇവർ പൈസ വാങ്ങുന്നത്, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിൽ നിന്നും പൈസ വാങ്ങുന്നത്. അങ്ങനെ ഇവർ ഓരോ പ്രാവശ്യവും പൈസ വാങ്ങുമ്പോൾ ഇവർ ECHSനെ ഈ കാര്യം അറിയിക്കുന്നുണ്ടോ? ചില സ്ഥലത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഡിക്ലറേഷൻ സൈൻ ചെയ്ത് വാങ്ങിയെന്ന്. അങ്ങനെ ഡിക്ലറേഷൻ സൈൻ ചെയ്ത് വാങ്ങാനുള്ള പ്രൊവിഷൻ പോലുമില്ല. കാരണം പുറത്ത് നിൽക്കുന്ന ആളിനോട് അകത്ത് സർജറി നടത്തണം, നിങ്ങൾ ഈ പേപ്പറുകളിലൊക്കെ സൈൻ ചെയ്യുമെന്ന് സ്വാഭാവികമായി ഹോസ്പിറ്റൽ പറയുമ്പോൾ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ ഇവർ പറയുകയാണ് നിങ്ങൾ എൻ്റെ അടുത്ത് പൈസ വാങ്ങിയാലും കുഴപ്പമില്ല എന്ന് എഴുതി വാങ്ങിയാൽ അതെങ്ങനെ അതൊരു ഡിക്ലറേഷനാവാം? അങ്ങനെ ഒരു ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു നിർദ്ദേശം ECHS ഇതുവരെ തന്നിട്ടില്ല. അതായത് നിങ്ങളിങ്ങനെ ഡിക്ലറേഷൻ കൊടുക്കണം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പൈസ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷനില്ല. തിരുവനന്തപുരത്ത് മറ്റ് ഒട്ടനവധി സ്വകാര്യ ആശുപത്രികളുണ്ട്. നെയ്യാറ്റിങ്കര നിംസ് ഉണ്ട്, ഇവിടെ SP ഫോർട്ട്, അനന്തപുരി ഉണ്ട്, നെയ്യാർ മെഡിസിറ്റി ഉണ്ട്, കാട്ടാക്കട. ഇവരെല്ലാം ഈ നിയമത്തിനുള്ളിൽ തന്നെ നിന്ന് ഈ സേവനം നൽകുന്നവരാണ്. 1 രൂപ പോലും നിംസ് നെയ്യാറ്റിങ്കരയൊന്നും നമ്മുടെ വിമുക്ത ഭടന്മാരിൽ നിന്നും ഈടാക്കുന്നില്ല. ഞാനേതെങ്കിലും സ്വകാര്യ ഹോസ്പിറ്റലുകളെ പറ്റി പറയുന്നതല്ല. പൊതുവായി ഒരു നിയമം അല്ലെങ്കിൽ ഒരു MOA നിലവിലുണ്ട് എങ്കിൽ അതെല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. മറ്റുള്ള ഹോസ്പിറ്റലുകളെല്ലാം പൈസ വാങ്ങാതെ ക്യാഷ്ലെസ്സായി ഇതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് സൈനികർക്ക് ചികിത്സ നൽകാമെങ്കിൽ SK ഹോസ്പിറ്റലിന് മാത്രം എന്ത് പ്രിവിലേജാണുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം. അതിൽ ഈ ഒരു ആശുപത്രി അറവുശാലയായി മാറി. അറവുശാലയാണല്ലോ, അതല്ലേ ഇപ്പം ഞങ്ങളെ പ്രതികരിക്കാൻ ഈ പറഞ്ഞില്ലേ, ഒരു മലയാളത്തിൽ തന്നെ ഒരു ചൊല്ലുണ്ടല്ലോ, അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഗതികെട്ടാണ് അവസാനം ഇങ്ങനെ ഒരു മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ട് എത്തിച്ചതാണ്. കാരണം 3 മാസവും 4 മാസവും 4 വർഷമൊക്കെ ആയിട്ട് തുടർച്ചയായി പരാതികൾ വരുമ്പോഴും ഒന്നുകിൽ അവർ ആ ശീലം മാറ്റണം, അല്ലെങ്കിൽ അധികാരികൾ
ഇവരുടെ ഈ ശീലത്തെ മാറ്റിയെടുക്കാനുള്ള ശിക്ഷണ നടപടികൾ ചെയ്യണം. ഈ രണ്ട് വശവും എന്താണ് ഒരു സമരസത്തിൻ്റെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ അവർ സമരസപ്പെടുമ്പോൾ ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രതികരിക്കാതെ വേറെ വഴിയില്ല. അങ്ങനെയാണ് ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നതും. അതല്ലാതെ തന്നെ പരാതിയുമായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്, മറ്റു വിമുക്തഭട സംഘടനകൾ പോകുന്നുണ്ട്. അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വിമുക്ത ഭടന്മാർ ഇതിനെ ചെറുക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. കാരണം ഈ പരാതി ഇറങ്ങിയ ഉടൻ തന്നെ ഇവർ അനന്തപുരി സോൾജേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു സർക്കുലർ ഇറക്കി. കാരണം ഇത് അനന്തപുരി സോൾജേഴ്സിൻ്റെ മാത്രം പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇവരിടപെട്ടുകൊണ്ടാണ് ഇത് നിർത്തിച്ചത്, ഇത് വലിയ ദോഷമായിപ്പോയി എന്നുള്ള രീതിയിലാണ് കുപ്രചരണങ്ങൾ നടത്തുന്നത്. അങ്ങനെയല്ല, ഇവിടെ വിമുക്ത ഭടന്മാർ ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഒന്നും നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടിയല്ല. നമ്മുടെ അംഗങ്ങളും ഉണ്ട്, നമ്മുടെ സംഘടനയിലെ അംഗങ്ങളല്ലാത്ത തിരുവനന്തപുരം ജില്ലയിലെയും കൊല്ലം ജില്ലയിലേക്ക് ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന എല്ലാ വിമുക്ത ഭടന്മാർക്ക് വേണ്ടിയിട്ടുമാണ് അനന്തപുരി സോൾജേഴ്സ് സംസാരിച്ചിട്ടുള്ളത്. അപ്പം മറ്റുള്ള സംഘടനകളുടെ എല്ലാം ധാർമ്മികമായ പിന്തുണ ഞങ്ങൾക്കുണ്ട്. അതുമാത്രമല്ല, ഇതൊരു പൊതുവായ വിമുക്ത ഭടന്മാരെയും അവരെ കുടുംബാംഗങ്ങളെയും അല്ലെങ്കിൽ അവരെ കുട്ടികളെയൊക്കെ ബാധിക്കുന്ന ഒരു പൊതു പ്രശ്നമാണ്. ഇതിൽ ഞങ്ങളെ സംഘടനകളുടെ പേര് പറഞ്ഞ് ഞങ്ങളെ ഭിന്നിപ്പിച്ച് നിർത്തി പണ്ട് ബ്രിട്ടീഷുകാർ പയറ്റിയ ഡിവൈഡ് ആൻഡ് റൂൾ തന്ത്രം ഞങ്ങൾ മേൽ പ്രയോഗിച്ച് ഇവരെ എല്ലാവരെയും അങ്ങ് എന്താണ് പല വിഭാഗങ്ങളായി തിരിച്ച് നിർത്തിയാൽ ഈ പറഞ്ഞ പരാതികളൊക്കെ ഡൈല്യൂട്ടായി പോകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ധാരണയാണ്. കേരളത്തിലെ തന്നെ മൊത്തം വിമുക്തഭട സമൂഹം ഇതിന് പിന്തുണയുമായുണ്ട്. ഇതൊരു നമ്മുടെ ഒരു ധർമ്മസമരമാണ്. ഈ ഒരു ധർമ്മസമരം നമ്മൾ നടത്തും, സത്യം ജയിക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാലാകാലങ്ങളായി വിമുക്തഭടന്മാർ ഇന്ന് ഈ പൈസ SK ഹോസ്പിറ്റലിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി നമ്മൾ അധികാരികളുടെ പല പ്രാവശ്യം ലെറ്റർ എഴുതിയിട്ട് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഞങ്ങൾ ആലോചിക്കുന്നത് ഈ വിമുക്തഭടന്മാരുടെ ഫാമിലീസിനെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരത്തിലോട്ട് നീങ്ങാൻ പോവുകയാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന കൺട്രോൾമെൻറ്റ് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവർ ഇത് കാണിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഇത് ECHS എന്ന് പറയുന്ന കംപ്ലീറ്റ് ഒരു ക്യാഷ്ലെസ് ആയ പരിപാടിയാണ്. അത് പല കാര്യങ്ങളും പറഞ്ഞ് ഇവർ പൈസ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിമുക്തഭടന്മാരുടെ കുട്ടികളുടെയും ഫാമിലിയും സംഘടിപ്പിച്ചുകൊണ്ട് തെരുവിൽ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വരും എന്ന് ഞങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ എക്സ് സുബേദാർ മേജർ ശ്രീകുമാർ, നാഷണൽ എക്സർവിസ്മാൻ കോർഡിനേഷൻ കമ്മിറ്റി 2171 പബ്ലിക് 98 എന്ന ദേശീയ സംഘടനയുടെ സംസ്ഥാന അസിസ്റ്റൻറ്റ് ജനറൽ സെക്രട്ടറിയും ട്രിവാൻഡ്രം ജില്ലയുടെ പ്രസിഡൻറ്റുമാണ്. അപ്പോൾ ഈ SK ഹോസ്പിറ്റലിനെ പറ്റിയുള്ള കംപ്ലയിൻറ്റ് ഇത് ഇന്ന് തുടങ്ങിയതല്ല, കുറേ കാലമായത് ഈ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അത് ഇപ്പോൾ ആരും പ്രതികരിക്കുന്നില്ല. ഒരു 100 പേർക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ 1-2 പേർ പ്രതികരിക്കും, ബാക്കിയുള്ളവരെല്ലാം വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് അതിൻ്റെ പുറകെ പോകാൻ വയ്യ. പിന്നെ ഭയം, അത് ആരോട് പറയണം, എന്ത് പറയണം, അങ്ങനെ നിരവധി ആശയക്കുഴപ്പങ്ങളുള്ളതുകൊണ്ടാണ് അവർ പോകുന്നത്. എൻ്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്. അതിൻ്റെ ഓരോരുത്തർ എന്നെ സംസാരിച്ചത്, അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ ECHSൻ്റെ അതായത് എക്സർവിസ്മാൻ ഹെൽത്ത് സ്കീമിൻ്റെ എംപാനലായിട്ടുള്ള ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്. നമുക്ക് മറ്റ് പല ഹോസ്പിറ്റലിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു കംപ്ലയിൻറ്റ് വരാറില്ല. കംപ്ലയിൻറ്റ് വരുന്നത് മൊത്തം SK ഹോസ്പിറ്റലാണ്. അതും ആരുടെ കംപ്ലയിൻറ്റുകളാണെന്ന് പറഞ്ഞാൽ സാധാരണ സൈനികൻ്റെ കംപ്ലയിൻറ്റ്, ഒരൊറ്റ ഓഫീസേഴ്സിൻ്റെ കംപ്ലയിൻറ്റ് ആ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നില്ല. അതെന്തുകൊണ്ട്? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു ഓഫീസറും അവിടെ ഒരു പൈസ പോലും പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. അതേസമയം സാധാരണ സൈനികൻ്റെ കയ്യിൽ നിന്ന് നിരവധി പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം പറഞ്ഞില്ലേ, ഒരു ചെറിയ ബില്ല് അവർ ഇത്ര എമൗണ്ട് ക്യാഷിൽ പോയി അടയ്ക്കുക, വരിക, ബില്ലൊന്നും അവർക്ക് കൊടുക്കത്തില്ല. ഇവർ ബില്ല് ചോദിച്ചാൽ ഒരു ബില്ല് എടുത്ത് കൊടുക്കും, ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഇതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ ആ ബില്ലിൻ്റെ തെളിവുകൾ. അപ്പം ഇവർ ഈ ബില്ലും കൊണ്ട് അവിടെയുള്ള ഒരു PRA ചെന്ന് കണ്ടപ്പോൾ, ഒരു വ്യക്തി PRA ചെന്ന് കണ്ടപ്പോഴത്തേക്ക് PRA സംസാരിച്ചു. ആ വോയിസൊക്കെ നേരിടണം, ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം, നിങ്ങളത് ഇടണം. അയാൾ പറഞ്ഞു ഈ ഹോസ്പിറ്റലിന് കുറച്ച് സാമ്പത്തിക പ്രശ്നമുണ്ട്, അതുകൊണ്ട്. അപ്പോൾ അയാൾ വെച്ച് ഞങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം തീർക്കാനാണോ ഇവിടെ പറഞ്ഞത്? ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വരുന്നത്, ഞങ്ങൾ മെഡിക്കൽ സ്കീമിൻ്റെ ഇതിലാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്ക് പറയുന്നത് ഒരു പൈസയും പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇയാൾ കുറച്ച് കേട്ടപ്പം അയാൾ ഇത് കേട്ട് പറഞ്ഞ് നീ ഒരു 1500 രൂപ ബില്ലടച്ചിട്ട് പൊയ്ക്കോ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരുത്തിന് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവൻ്റെ ബില്ല് മൈനസ് ആവുന്നു. അതെന്താണ് ഈ ഹോസ്പിറ്റൽ? നിങ്ങളൊന്ന് ആലോചിച്ചു. സ്ഥിരം ഇത് ഈ സാധാരണ സൈനികരാണോ ഓഫീസേഴ്സിനല്ല പറ്റുന്നത്. ഇവരും SK ഹോസ്പിറ്റലും MOയും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന ഒരു കരാറുണ്ട്. ആ കരാറിനെയാണ് ഇപ്പോൾ ഇവർ വയലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിനെതിരെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ, ഏതൊരു സ്ഥാപനത്തിനെതിരെ ആയാലും നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത്
തെറ്റില്ലെങ്കിൽ പറയില്ലേ നമ്മുടെ ചീഫ് മിനിസ്റ്ററൊക്കെ പറയാം, എൻ്റെ കൈകൾ രണ്ട് ശുദ്ധമാണ്. ഇവർ ശുദ്ധമാണെങ്കിൽ എന്തുകൊണ്ട് ആ പിന്നെ കംപ്ലയിൻറ്റിനെ ഇവർക്ക് നേരിടാൻ കഴിയുന്നില്ല, നിയമപരമായിട്ട് അവർ നേരിടുന്നില്ല. പിന്നെ നമ്മൾ സാധാരണ സൈനികർ ഓടി വന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ഹോസ്പിറ്റലാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ECHS ഇവിടെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഇവർക്ക് പല ഡോക്യുമെൻറ്റിനും വേണ്ടി പെട്ടെന്ന് ഓടി വരാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ഹോസ്പിറ്റലിലേക്ക് ആൾക്കാർ ആശ്രയിച്ച് വരുന്നത്. ഈ ദൂരെ കിടക്കുന്ന ഹോസ്പിറ്റലിന് അങ്ങനെ അവർ ആശ്രയിക്കാതെ കഴിഞ്ഞാൽ അവർക്ക് പോയി വരാൻ രണ്ടാമത് ഒരു അഡ്മിറ്റായ ഒരു ഓപ്പറേഷന് വേണമെങ്കിലും തിരിച്ച് വന്നും ഈ ECHS നിന്ന് അതിൻ്റെ സാങ്ഷൻ വാങ്ങി പോകണം. അപ്പോൾ അവർ അത്രയും ദൂരം ജേർണി ചെയ്ത് കഴിഞ്ഞ് വന്ന് പോകാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, നമുക്ക് പെട്ടെന്നല്ലേ പോവാം, ഇവിടെ ഒരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ കുറച്ച് പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും ആൾക്കാർ മിണ്ടാതെ ചെയ്തിട്ട് പോവുകയാണ്. അത് ഇവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലായില്ലേ? ഈ ഹോസ്പിറ്റലിൽ ഒരു ഓഫീസറും കംപ്ലയിൻറ്റ് ചെയ്തില്ല. എന്തുകൊണ്ട്? അവർക്ക് ഇവിടെ എൻ്റെ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്, അവർക്ക് എന്തുകൊണ്ട് അവരൊന്നും പേയ്മെൻറ്റ് വാങ്ങുന്നില്ല, അവർക്ക് എന്തുകൊണ്ട് ബില്ല് വരുന്നില്ല, അവർക്ക് എന്തുകൊണ്ട് കംപ്ലയിൻ്റ് ഇല്ല. ഈ സാധാരണ സൈനികന് മാത്രം ബില്ല് വരുന്നു, അവർ കംപ്ലയിൻറ്റ് ചെയ്യുന്നു. ആ കംപ്ലയിൻറ്റിനെ എന്തുകൊണ്ട് ECHS ആ കംപ്ലയിൻറ്റിനെതിരെ അവർ അതിന് നടപടി എടുക്കുന്നില്ല? അതിനെന്തുകൊണ്ട് അവർ മറുപടി തരുന്നില്ല? സാധാരണ സൈനികർക്ക് വരുന്ന ഈ പ്രശ്നങ്ങൾക്ക് ECHSൻ്റെ മേധാവികളും നമുക്ക് SK ഹോസ്പിറ്റൽ അല്ല ഇതിന് റിപ്ലൈ തരേണ്ടത് ഈ ECHS ആണ്. ECHS റീജിയണൽ ഡയറക്ടറാണ് ഞങ്ങൾക്ക് തരേണ്ടത്. ഞാൻ നിരവധി പ്രാവശ്യം ECHS റീജിയണൽ ഡയറക്ടർക്ക് പോയിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട്. ഇതുവരെ അവരതിന് നടപടി ഉണ്ടായില്ല. ഒരു വിമുക്ത ഭടൻ്റെ ഡെത്ത് കേസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ അനാസ്ഥത കൊണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ ഒരു സീനിയർ നഴ്സാണ്, അവരാണ് ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഹാർട്ടായിരുന്നു, ശ്വാസം കിട്ടുന്നില്ല, അപ്പോൾ പുള്ളിക്ക് ഓക്സിജൻ കിട്ടുന്നില്ല, നിങ്ങൾ വെന്റിലേറ്റർ. ഇവർ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇവർ പറയുന്നത് ഇങ്ങനെ CPR കൂടെ, അതുകൂടെ, ഇതുകൂടെ. അവസാനം ഇവർ ഈ അച്ഛൻ മരിക്കാതെ കണ്ടീഷൻ ആയപ്പോഴും ഇവർ ഇവിടെ നിലവിളിച്ചപ്പോഴാണ് ഇവരെ കൊണ്ടുവന്ന് വെന്റിലേറ്ററിൽ ഇട്ടത്. അത്ര അനാസ്ഥതയാണ് ഈ ഹോസ്പിറ്റലിൽ കാണിക്കുക. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഒരു സിവിൽ പയ്യനെ ഇവിടെ ഹാർട്ട് അറ്റാക്കായി കൊണ്ടുവന്ന് മണിക്കൂറുകളോളം ഇട്ടിരുന്നു. നമ്മളെന്താ ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും അത്യാഹിതം വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ. ആ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്നുള്ളൊരു ധൈര്യത്തിലാണ് നമ്മളിവിടെ ഓടിയെത്തുന്നത്. ഈ ഹോസ്പിറ്റൽ, അടുത്തുള്ള ഹോസ്പിറ്റൽ. അവിടെ വന്നിട്ട് ആ പരിഗണന അവർക്ക് കൊടുക്കുന്നില്ല. ഇത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ പറഞ്ഞ ഒരു പേഷ്യൻറ്റിന് അവിടെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ജീവൻ പോവുകയല്ലേ ചെയ്യുന്നത്. പിന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് എന്ത് ഗുണം? അതാണ് ഈ ഹോസ്പിറ്റലിൽ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഒരു 15 വർഷം കൊണ്ട് നമ്മുടെ ഈ മെഡിക്കൽ സ്കീമിൻ്റെ ഈ എക്സ് സർവീസ്മാൻ കോൺട്രിബ്യൂഷണൽ ഹെൽത്ത് സ്കീമിൻ്റെ പൈസ ഇവർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ബില്ലുകൾ കൊടുക്കുന്നുണ്ട്. ആ ബില്ലുകൾ എന്തുകൊണ്ട് നമ്മുടെ ഈ പേഷ്യൻറ്റിന് കൊടുക്കുന്നില്ല? അവർ ബില്ല് കൊടുക്കുന്നില്ല. ഇവരിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ബില്ല് ചോദിക്കുന്നവർക്ക് ഒരു ബില്ല് കൊടുക്കും, ഡ്യൂപ്ലിക്കേറ്റ് കട്ട് ചെയ്യും. അവർ ആ ബില്ലും കൊണ്ടുവന്ന് കൗണ്ടറിലോ അല്ലെങ്കിൽ അവിടുത്തെ മാനേജറോടോ PR അടുത്ത് നിന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൽ പിന്നെ തുണി മേടിക്കുന്ന ഡിസ്കൗണ്ട് കൊടുക്കും പോലെയാണ് കൊടുക്കുക. അതാണ് ഒരു ഹോസ്പിറ്റലിൻ്റെ സ്റ്റാൻഡേർഡ്. ഇതാണ് അവർ ചെയ്യുന്നത്. നമ്മളൊരു സാധനം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർ ബില്ലടിച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ അതിലെങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അതിന് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഇതെന്താ ബാർഗിങ് ആണോ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഈ SK ഹോസ്പിറ്റൽ ഇത്രയും കാലം കൊണ്ട് ഈ വിമുക്ത ഭടന്മാർക്കെതിരെ, അതും സാധാരണ വിമുക്ത ഭടന്മാർ ഒറ്റ ഓഫീസിന് നേരെ അവരത് ചെയ്തില്ല. അവർക്ക് പ്രത്യേക പരിഗണന അവിടെ കൊടുക്കുന്നുണ്ട്. അവർക്ക് പ്രത്യേക പിന്നെ ഒരു കെയർ അവരെ കിട്ടുന്നുണ്ട്. സാധാരണ സൈനികൻ്റെയും ഒരു ഓഫീസിൻ്റെ ജീവന് ഒരുപോലെയല്ലേ, വിലയില്ലേ? ഈ ഹോസ്പിറ്റലും ECHSും തമ്മിൽ എന്തെങ്കിലും രീതിയിൽ ഒരു കമ്മീഷൻ ബന്ധം ഉണ്ടാവും എന്ന് ഒരു സംശയമുണ്ട്. ഇതാണ് നമുക്ക് കൊണ്ടുവരേണ്ട. ഞങ്ങൾ MD ECHSന് ലെറ്റർ അയച്ചിട്ടുണ്ട്, ഇവിടെ സ്റ്റേഷൻ കമാൻഡർ കൊടുത്തിട്ടുണ്ട്, റീജിയണൽ ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളതിൻ്റെ വിവരാവകാശം അനുസരിച്ച് നിങ്ങൾ തമ്മിലുണ്ടാക്കിയ കരാർ എന്താണ്, ആ കരാറിൻ്റെ കോപ്പി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ പെട്ടെന്ന് ഇപ്പം അനന്തപുരി ഒരു പ്രശ്നം ഉന്നയിച്ചു എന്ന് പറഞ്ഞാൽ അനന്തപുരിയുടെ പ്രശ്നം മാത്രമല്ല ഇത്. ആരെങ്കിലും ഒരാൾ മുന്നിട്ടിറങ്ങുമ്പം നിരവധി ആൾക്കാർ അവരുടെ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരാൾ പിന്നെ പ്രശ്നം ഉന്നയിച്ചു എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് അവരുടെ പേരിൽ അവർ നടപടിയെടുക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് തെറ്റാണ്. അവരെ പേരിൽ മനഃപൂർവ്വം ആരോപണം ഉന്നയിക്കുന്നത്. എനിക്കും ഈ ഹോസ്പിറ്റൽ നമ്മൾ തമ്മിലൊരു ശത്രുതയില്ല. ഞാനാരെന്നും അവർക്കറിയില്ല, അവരാരെന്നും എനിക്കും അറിയില്ല. ഞങ്ങളെ പ്രവർത്തകരിൽ നിന്നും കിട്ടുന്ന തെളിവിൻ്റെയും അവരനുഭവിക്കുന്ന ആ
ഈ ഹോസ്പിറ്റലിൽ നേരിട്ടുള്ള പ്രതിസന്ധികളെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് പറയുന്നത്. ജീവന വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഈ എത്രയോ കാലം കൊണ്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സ്ഥിരമായ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആ ഡോക്ടറെ ആ ഡോക്ടർക്ക് അറിയാം ആ പേഷ്യൻറ്റിന് എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ അസുഖമെന്നും അവർ കണ്ടിന്യൂസ് ചെയ്യുന്നത്. അത് ആ ഒരു ഇതിനെയാണ് അവർ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അവരതിനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അവരെവിടെ പോകും? അവർ വേറൊരു ഹോസ്പിറ്റലിൽ പോയാലും അവർ ഇതെല്ലാം ഈ ഹോസ്പിറ്റലിൻ്റെ എല്ലാം റവറായി അത് ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് അവർക്ക് സമയങ്ങളെടുക്കില്ല അവർ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂസ് കിട്ടാൻ. എന്തായാലും വിമുക്ത ഭടന്മാർക്ക് സൗജന്യമായി ലഭിക്കേണ്ട ഈ ആരോഗ്യ ഇൻഷുറൻസിലാണ് ഈ ആശുപത്രി അധികൃതർ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തുന്നത് എന്നത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.